നീ കുക്കറും കൊണ്ട് അങ്ങോട്ട് പോകണേ രാമചേട്ടാ. ഞാൻ ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി കാണിക്കാൻ പോകും. എന്താണത്? ബീഫ് പെരട്ട്. ഇതിനകത്ത് എന്താണെന്നറിയാമോ? 1/2 കിലോ ഇറച്ചി മസാലയൊക്കെ പെരട്ടി ഉപ്പൊക്കെ പെരട്ടി വേവിച്ച് വെച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ അവരെ നമ്മുടെ ബീഫ് സ്പെഷ്യൽ ബീഫ് പെരട്ട് കാണിച്ചു കൊടുക്കട്ടെ. കാണിച്ചോട്ടെ. ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയാണ്. ഇതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഇച്ചിരി ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ മല്ലിപ്പൊടി, ഇത് 2 സ്പൂൺ മല്ലിപ്പൊടി ഉണ്ട് കേട്ടോ. ഇത് മിക്സഡ് ആയിട്ടാണ്, അതായത് 2 സ്പൂൺ കാശ്മീരി ചില്ലി എരിവില്ലാത്തത്, 1 സ്പൂൺ എരിവുള്ളത് കേട്ടോ. മൊത്തം 3 സ്പൂൺ. മീറ്റ് മസാല 1 സ്പൂൺ മീറ്റ് മസാല. ഇനി 2 തക്കാളി അരിഞ്ഞത് കേട്ടോ. ഇറച്ചിക്ക് തക്കാളി ഇട്ട് കൊടുത്താലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വെച്ചത്. നമ്മുടെ അരപ്പൊക്കെ കുറച്ച് തക്കാളിയൊക്കെ ഇച്ചിരി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ചേർക്കണം കേട്ടോ. ഇനി എല്ലാ മസാലയും ഇറച്ചിയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ആകാനായിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് അടച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ,
മസാലയിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെക്കണം കേട്ടോ. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ബീഫ് പെരട്ട് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ഒരു പ്ലേറ്റിൽ എടുത്ത് കഴിച്ചാൽ മതി കേട്ടോ.